നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് നോക്കിയാലോ. എൻ്റെ ഒരു മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺ ആണ് കേട്ടോ. ഇതിൽ കാണുന്ന എല്ലാ ലിപ്സ്റ്റിക്കും മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് അല്ല. കുറേയൊക്കെ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് തെറ്റുകളൊക്കെ പറ്റുമല്ലോ. അങ്ങനെ പറ്റിയ കുറച്ച് തെറ്റുകളാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് കുറച്ചധികം ലിപ്സ്റ്റിക്ക് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു ലിപ് ലൈനറാണ്. ഇത് മാൾസിൻ്റെ ഒരു ലിപ് ലൈനറാണ്. 79 റുപ്പീസ് അത്രേ വരുന്നുള്ളൂ. ഇത് ഷെയ്ഡ് 4 ആണ് കേട്ടോ വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ലൈനറാണ്. ഡീപ്പർ ടു മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺസിനൊക്കെ നന്നായിട്ട് സ്യൂട്ടബിൾ ആകുന്നൊരു ഷെയ്ഡാണ്. ഡീപ്പ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ്. നമുക്ക് ലിപ്പ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ടിരിക്കും നമ്മുടെ ലിപ്പ്. അപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ലിപ് ബാം മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. അത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട്. അപ്പോൾ ഒരു ലൈനറും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇത് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പ് കുറച്ചും കൂടെ ഡാർക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇടുമ്പോഴത്തേക്കിനും നമുക്കിതിന് ഒരേ ഷെയ്ഡല്ല കിട്ടുന്നത്. ചിലപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് സ്യൂട്ടബിൾ ആവുന്ന ഒരു ഷെയ്ഡ് പോലെ ഇരിക്കും. അങ്ങനെ ഒരു ഇത് എങ്കിലും നമ്മൾ കുറേയധികം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഇത് കുറച്ച് ഡാർക്ക് ആവാൻ തുടങ്ങി. ഇനി ഇരുന്ന് ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും കുറച്ച് നാളാകുമ്പോഴത്തേക്കിനും അതിൻ്റെ കളർ ചേഞ്ച് എന്തെങ്കിലും ആവുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ. ഇത് ഫേസസ് കാനഡയുടെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് വരുന്നത്. നല്ലൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് വരുന്നത്. ഇത് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. ഒരു 250-300 അതിനകത്തേക്ക് ഈ ലിപ്സ്റ്റിക്ക് വരുന്നുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡെയിലി വെയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഇത് വന്നിട്ട് ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് മാൾസിൻ്റെ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായൊരു ലിപ്സ്റ്റിക് അല്ലായിരുന്നു. അതിൻ്റെ ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇത് അത്യാവശ്യം മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺസിന് അത്യാവശ്യം നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ആണ് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ് ഇതിന് വരുന്നത്. ഇതൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് അത്യാവശ്യം ഒരു 500-600 ആ റേഞ്ചിൽ വരുന്ന മേബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റെസിസ്റ്റബിൾ എന്ന് പറയുന്ന ഷെയ്ഡാണ് വരുന്നത്. പക്ഷേ ഇത് അത്ര സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഷെയ്ഡിൻ്റെ ഒരു ഇതിൽ വരുന്ന എല്ലാ ഷെയ്ഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇത് വേണമെങ്കിൽ ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. വെറുതെ എടുത്ത് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് കിട്ടും. അതേപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത്. എനിക്ക് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ലിപ്സ്റ്റിക് അല്ല. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചും കൂടെ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിൽ ഡിഫറൻസ് വരുമല്ലോ. അതങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് തോന്നിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. മാൾസിൻ്റെ ലിപ് ക്രയോൺ ആണ് വരുന്നത്. ഇത് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഇതൊന്ന് ബെറി ബ്രേവ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്, ഒന്ന് ഗേൾ പവർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് രണ്ടും അത്യാവശ്യം ഓൾമോസ്റ്റ് സിമിലറായിട്ട് തോന്നും. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ഈ ഷെയ്ഡ്സ് തമ്മിൽ. ഇതും രണ്ടും അത്യാവശ്യം മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺസിന് അത്യാവശ്യം നല്ല ഡെയിലി വെയർ ആയിട്ട് ഇത് ഞാൻ ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. നമുക്ക് പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കട്ടർ ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കങ്ങനെ ക്രയോൺ അല്ലേ, നമുക്കങ്ങനെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് വരുന്നത് എൻവൈബയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതത്ര എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ റേഞ്ച് വരുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഞാൻ ലിപ്പ് ലൈനറൊക്കെ വെച്ച് വരച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡ് കൂടിയാണ്. അപ്പോൾ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് വരച്ചതിന് ശേഷം ഇടുമ്പോഴത്തേക്കിനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇനി ആ ലിപ്പ് ലൈനർ കുറച്ച് കഴിഞ്ഞ് ഫെയ്ഡായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ ഒരു ലുക്കിനെ ഒന്ന് ഡിം ചെയ്യുന്ന പോലത്തെ ഒരു ഷെയ്ഡാണിത്. വല്ലപ്പോഴും ഒക്കെ നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡാണിത്. ഇത് വന്നിട്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. മിലാപ്പിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇതും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു, അത് അധികം ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. നമുക്കൊരു 1 hour കഴിയുമ്പോഴത്തേന് ഫെയ്ഡായി പോകുന്നതാണ്. ഒരു ലിപ് ബാമൊക്കെ പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലിപ്സ്റ്റിക്കാണ്. മാറ്റ് ഫിനിഷ് ഒന്നുമല്ല, ഇത് ഒരു ക്രീമി ഫിനിഷാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നതാണ്.
ഇനി ഇത് വന്നിട്ട് ഇത് അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇബ കോസ്മെറ്റിക്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് വരുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാറ്റ് ഫിനിഷ് അല്ല, ഇതിനൊരു ക്രീമി ഫിനിഷാണ് വരുന്നത്. ക്രീമി ഫിനിഷ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇത് നമുക്ക് അധികം ഒന്നും ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സാണ് വരുന്നത്.